പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോയുടെ പീഡാസഹന കുരിശുമരണ അനുഭവങ്ങളെ നെഞ്ചിലേറ്റുവാങ്ങി ധ്യാനിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ ഒരു പടി കൂടെ പരിപോഷിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഒരു പടി കൂടെ ഒരു ആത്മീയതയുടെ ജ്വലനം നമുക്ക് സംഭവിക്കുവാനും അതുവഴി നമ്മുടെ ജീവിതങ്ങൾ കൃപയാൽ പൂരിതമാകാനും ഇടയാകും എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ കൃപ നേടാം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1:30 ദൈവദൂതൻ അമ്മയോട് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാണ് പരിശുദ്ധ അമ്മ കൃപ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. അവയെ തരണം ചെയ്തുകൊണ്ട് ഒരു പടി കൂടെ ദൈവാനുഗ്രഹപ്രദമായിട്ട് ജീവിക്കണമെങ്കിൽ അനിവാര്യമായ ഒന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് സൗജന്യദാനമായി സ്നേഹപൂർവമായി ലഭിക്കേണ്ടതായ ദൈവകൃപ. ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനായിട്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാവോ? കണ്ണുകളെ ഒന്നടച്ച് മനസ്സിനെ ഒരു നിമിഷം ഏകാഗ്രമാക്കി ദൈവചിന്ത കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങളുടെ ബലഹീന ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി കൃപ നിറഞ്ഞവളായി മാറിയതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരഭിഷേകം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞാൻ പൂരിതമാകട്ടെ. അവിടുത്തെ പീഡാനുഭവ കുരിശുമരണ അനുഭവങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുന്ന ഈ ദിനത്തിൽ ദൈവിക ശക്തിയാൽ ഞങ്ങളെല്ലാവരും നിറയപ്പെടാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഒരു പുതിയ ജ്വലനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. പരിശുദ്ധാത്മാവെ, പുതിയ ബോധ്യങ്ങളാൽ ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശപൂരിതമാകുവാൻ ഇടവരുത്തണമേ. ജീവിതത്തിൽ സംഭവിക്കുന്ന സമസ്ത കാര്യങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ മാത്രം കൃപ നിറഞ്ഞതായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറാൻ ആഗ്രഹത്തോടെ ദാഹത്തോടെ ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ അഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് നിറയണം. പരിശുദ്ധാത്മാവെ, പാവനാത്മാവെ, അവിടുന്ന് തന്നെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. കരമുയർത്തി അധരം തുറന്ന് പരിശുദ്ധാത്മാവിനോട് ഹൃദയത്തിൽ ദാഹിച്ച് ആ ദൈവിക കൃപയാൽ ജ്വലിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ച് സ്നേഹത്തോടെ ഒന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ലോക വശ്യതകളെ അതിജീവിക്കുന്ന ഒരു കരുത്തും ശക്തിയും എൻ്റെ ജീവിതത്തിലേക്ക് നിറയാൻ ഓ പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിനെ ആവസിച്ച ദൈവശക്തിയെ, യേശുവിനെ നയിച്ച ദൈവശക്തിയെ ഇപ്പോൾ ഞങ്ങളുടെ ഈ സമൂഹം മുഴുവനിലേക്ക്, വചനം ശ്രവിക്കുന്ന സകലിലേക്ക് അത്ഭുത കൃപയായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന് ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാഗ്നി നിറയട്ടെ. പാവനാത്മാവേ, വ്യാപരിക്കണമേ. ഓരോ മനസ്സുകളിലും ഒരു പുതിയ ഉണർവ് സംഭവിക്കട്ടെ. ഓരോ ഹൃദയങ്ങളിലും ഒരു പുതിയ ശക്തി ലഭിക്കട്ടെ. ഓരോ ജീവിതങ്ങളും പുതിയ ശക്തിയാൽ നിറയപ്പെടട്ടെ. കരങ്ങൾ താഴ്ത്തി കൈകൾ കൊട്ടി വിശുദ്ധിയിൽ ഞങ്ങളെ നയിക്കണം. ആഗ്രഹിച്ച പരിശുദ്ധ റൂഹായേ, പാപികൾ ഞങ്ങളിൽ പറന്നിറങ്ങണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ നയിക്കണമേ. നിറയൂ നിറയൂ പരിശുദ്ധാത്മാവേ, നിത്യവും ഞങ്ങളിൽ വസിക്കണമേ. ആഗ്രഹിച്ച് പാടാം. നിറയൂ നിറയൂ പരിശുദ്ധാത്മാവേ, നിത്യവും ഞങ്ങളിൽ വസിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി, ധീരതയായി, അഭിഷേകമായി എൻ്റെ ഹൃദയത്തിൽ നിറയണം. എല്ലാവരും ദാഹിക്കട്ടെ. ആത്മാവേ, അപ്പസ്വലന്മാരെ നിറഞ്ഞ് ശക്തിപ്പെടുത്തിയതുപോലെ തന്നെ, ധൈര്യപ്പെടുത്തിയതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ശക്തിയും പ്രദാനം ചെയ്യണമേ. ലോകത്തിൽ ശക്തിയെ ജയിച്ചിടുവാൻ നിറയണമേ. ധൈര്യവും ശക്തിയും പ്രദാനം ചെയ്യണമേ.
ലോകത്തിൻ ശക്തിയെ ജയിച്ചിടുവാൻ. ആത്മാവേ നിറയൂ നിറയൂ പരിശുദ്ധാത്മാവേ, നിത്യവും ഞങ്ങളിൽ വസിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഇപ്പോൾ നിറയട്ടെ, ശക്തി നിറയട്ടെ, ഒരു പുതുജ്വലനം സംഭവിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ആത്മാവിന്റെ ശക്തി നമ്മളിൽ എല്ലാവരിലും കത്തിപ്പടരാൻ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും ഒരേ കൂട്ടായ്മയിൽ ആത്മാവിൽ ജ്വലിക്കാൻ ദാഹിച്ചെന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഒരു പുതുശക്തി ഞങ്ങളിലേക്ക് ഇപ്പോൾ നിറയ്ക്കണമേ. പ്രവാചകന്മാർ നിറഞ്ഞതുപോലെ തന്നെ, അപ്പസ്വലന്മാർ നിറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അനേകം വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും നിറയുന്നത് പോലെ തന്നെ കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾ ശക്തരാകുവാൻ ഞങ്ങളിൽ ആവസിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളും അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ, ഞങ്ങളുടെ പാപത്തിൻ്റെ എല്ലാ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയായി ഞങ്ങളിലേക്ക് നിറയണമേ. പരിശുദ്ധ അമ്മേ, അമ്മ കൃപ നിറഞ്ഞവളായി ജീവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറയപ്പെട്ട് കൃപയുടെ ജീവിതം നയിക്കാനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. ചേർന്ന് പ്രാർത്ഥിക്കാം. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ കന്യകമേരിയമ്മേ. 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 മാതാവേ, അമ്മേ, കരുണ തോന്നണമേ. ഞങ്ങൾ ഓരോരുത്തരും അമ്മയോട് ചേർന്നിരുന്ന് കൃപയാൽ നിറയാൻ അമ്മേ മധ്യസ്ഥമേകണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഈ ദിവസങ്ങളിൽ മനസ്സിലൊടക്കിയൊരു വചനം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം. യോഹന്നാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഇത് മനസ്സിനെ സ്പർശിക്കാനായിട്ടൊരു കാരണം ഉണ്ടാകാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സമർപ്പിതയായിട്ടുള്ള സംസാരമധ്യേ ആ സഹോദരി തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. ക്യാൻസർ ബാധിതയാണ്. പക്ഷേ മുഖത്തോ സംസാരിക്കുമ്പോഴോ തെല്ലു ആശങ്കയില്ല, ഒരല്പം പോലും ഭയമോ അസ്വസ്ഥതയോ ഒന്നുമില്ല. ഇപ്പം എന്നിട്ട് എന്നോട് പറയാണ്, എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും, സിസ്റ്റർ ഇങ്ങനെയൊന്നും ഇത്രയും ത്യാഗം എടുത്തൊരു കാര്യം ചെയ്യരുത്. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമം എടുക്കണം. പക്ഷെ എനിക്കങ്ങ് തോന്നുന്നില്ല അച്ഛാ. കാരണം ഈശോ എനിക്ക് തന്നതല്ലേ ഇത്, ഈശോ എനിക്ക് തന്നതല്ലേ ഇത്. ഈശോ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ലേ വേദനകളും സഹനങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈശോ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തന്നതാ, പിന്നെ ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്? ഈ സഹോദരി ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, എത്രയോ വ്യക്തികളുടെ കണ്ണീരിനും വിലാപത്തിനും മുമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ ഒരു കൊച്ചു രോഗപീഠ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിരാശയും ഒരു പതർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ സഹോദരിക്കൊരു ലവലേശം പതർച്ചയില്ലാത്തത്? ഇവിടെയാണ് സ്നാപക യോഹന്നാന്റെ വാക്കുകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞത്. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ സഹോദരിയുടെ ജീവിതത്തിൽ
ഇന്ന് ഈ ഒരു രോഗാവസ്ഥയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആര് കൊടുത്താണ്? അത് മറ്റാരും കൊടുത്തതല്ല, ദൈവം ദാനമായി കൊടുത്തൊരു കൃപയാ, ദൈവം ദാനമായി കൊടുത്തൊരു അഭിഷേക. അതുകൊണ്ട് അതിനെ സസന്തോഷം സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവര്, എത്രയോ വ്യക്തികള് ജീവിതത്തിൽ സഹനത്തിൻ്റെ, രോഗത്തിൻ്റെ, എന്തിന് പ്രിയപ്പെട്ടവരുടെ മരണത്തിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കേണ്ട ജീവിതം, അതിനെ മറികടന്നുകൊണ്ടുള്ള ശക്തി സ്വീകരിക്കുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടിയതാ? ഈ കൃപയാണ് ഉന്നതത്തിൽ നിന്ന് ലഭിച്ച ദൈവിക ശക്തി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഒന്നും വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയാല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഏത് കാര്യത്തിന് ഇങ്ങനെ തന്നെയാ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് UK എന്ന് വിളിച്ചു. സെമിനാരി ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലത്ത് പഠിച്ചിരുന്ന. പിന്നീട് ഈ പൗരോഹിത്യ ദൈവവിളിയിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള വൈഷമ്യങ്ങൾ മനസ്സിൽ അനുഭവപ്പെട്ടപ്പോൾ ഈ വിളി ഉപേക്ഷിച്ച് ഒരു കുടുംബജീവിതത്തെ തിരഞ്ഞെടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും ഒരു ആത്മീയത ഇല്ലാത്തതിൻ്റെ പേരിൽ വിട്ടുപോയതല്ല. കാരണം അന്നും ഇന്നും ഒരുപോലെ ആത്മീയതയുടെ പടവുകൾ ത്യാഗം സഹിച്ച് കയറുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ സുഹൃത്ത് അനീഷ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, മൂത്ത കുട്ടി ഓട്ടിസം ബാധിച്ച് 11 വയസ്സുണ്ട് അവന്. ഇത്രയും പ്രാർത്ഥനയിലും ചൈതന്യത്തിലും പങ്കുവെപ്പിലും പോകുന്ന ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു, അവൾ എങ്ങനെ ഇതിനെ അംഗീകരിക്കുന്നുണ്ട്? അനീഷനോട് പറഞ്ഞു, ആദ്യമൊക്കെ അവൾക്ക് വല്ലാത്ത വിഷമവും നിരാശയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, നന്നായിട്ട് മുമ്പോട്ട് പോകും, ഒരു വിഷമവും ഇല്ല. എന്നിട്ട് അനീഷ് പറഞ്ഞു, എനിക്ക് ഏതാണ്ട് ആദ്യം മുതൽ ഏറ്റെടുക്കാനായിട്ട് ദൈവം കൃപ തന്നു. ഞാൻ ഓർക്കുകയാണ്, അനീഷിൻ്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയാ. എനിക്കിത് ആദ്യം മുതൽ ഏറ്റെടുക്കാനായിട്ട് ദൈവം കൃപ തന്നു. ദൈവം ഒരുപക്ഷെ എന്നെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടുവന്നത് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇത് ഇന്നലെ സംഭവിച്ചൊരു കാര്യം. അതുകൊണ്ടാണ് ഹൃദ്യതയോടെ ഈ സമയത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കുക. എത്ര സുന്ദരമായിട്ടാണ് ചില വ്യക്തികൾ ജീവിതത്തിലുണ്ടാകുന്ന ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. ഈ ഓട്ടിസം ബാധിച്ച 11 വയസ്സായ ഒരു മകനുള്ളതുകൊണ്ട് വേണ്ട രീതിയിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അവൾ ഇന്ന് ജോലി നിർത്തി വീട്ടിലിരിക്കുക. ഇപ്പം വന്നു കഴിഞ്ഞാൽ മുതൽ ഇതിൻ്റെ പുറകെ വേണം. അനീഷനോട് പറഞ്ഞച്ചാ, വേറെ ഏതെങ്കിലും ഒരു രോഗം ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ മരുന്നൊക്കെ കൊടുത്ത് അല്പസമയം ശാന്തമായി ഇരുന്നുള്ളൂ, അത്രമേൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോ സമയവും ഊണിലും ഉറക്കത്തിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇത്രയും സഹനമുള്ള ഈ കാര്യത്തെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം വേറൊന്നുകൊണ്ടല്ല. ഇതാണ് ഉന്നതത്തിൽ നിന്ന് ലഭിച്ച, സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു കൃപ. മരണത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ മുമ്പിൽ ഒരുപോലെ പതറാതെ നിൽക്കാനുള്ള അഭിഷേകം. പൗലോസ്ലീഹ ചോദിക്കുക കണക്ക്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? രോഗമോ പീഡയോ പട്ടിണിയോ സഹനമോ ആപത്തോ വാളോ? ഇല്ല, ഒന്നും പൗലോസ്ലീഹയെ വേർപ്പെടുത്തിയില്ല. പൗലോസിന്റെ തീക്ഷ്ണതയോടുകൂടെ ഈ നാളുകളിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ, രോഗപീഠകളെ, ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടെ മുമ്പോട്ട് നീങ്ങുന്ന പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അത്ഭുതം കൂറിപ്പോകും, ഇവരൊക്കെ അത്ര സന്തോഷത്തിലാകാനുള്ള കാരണം എന്താ? ഇവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്, മറ്റൊന്നുമല്ല, സ്നാപകൻ വലിയൊരു വെളിപ്പെടുത്തലോടുകൂടെ ഈ സത്യം തുറന്നു പറയാ. ഉന്നതത്തിൽ നിന്ന് ലഭിച്ചാലേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ആരുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ മുമ്പോട്ട് നീങ്ങുന്നുണ്ടോ അവരെയൊക്കെ കുറിച്ച് തിരിച്ചറിയേണ്ടത് മറ്റൊന്നുമല്ല. ചിലരൊക്കെ ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കും കൺവെൻഷനുകൾക്കും മറ്റുമൊക്കെ പോയി ഉള്ളിൽ ആത്മാവിൻ്റെ നിറവ് കിട്ടുമ്പോൾ അവർ പോയി ക്ഷമ ചോദിക്കും പലരോട്. അവർ ജീവിതത്തിൽ പലതും പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകും. ചിലരൊക്കെ മറ്റെല്ലാം മറന്ന് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട് തുടങ്ങും. ആത്മീയ ശുശ്രൂഷകൾക്കും സുവിശേഷ വേലയ്ക്കും വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലരൊക്കെ പറയും വട്ട. പ്രിയപ്പെട്ടവരെ, ഒരു കണക്കിന് ഇതൊരു ഭ്രാന്ത. പക്ഷെ ഓർക്കണം, ഇത് ദൈവത്തെ കണ്ടെത്തിയ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോഴും ഉന്നതത്തിൽ നൽകപ്പെടുന്ന ഒരു കൃപ സ്വീകരിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ആത്മീയ നിറവാ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സത്യമാണ്. ഇത് ബുദ്ധിക്കോ ചിന്തകൾക്കോ സാധ്യമായൊരു കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ കെസറിയ ഫിലിപ്പിയിൽ കൂടെ യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാ ജനങ്ങളൊക്കെ പറയുന്നതാ? എന്നിട്ട് ചോദിച്ച്, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നതാ? പത്രോസ് നമുക്കൊക്കെ വേണ്ടി ഉത്തരം പറഞ്ഞു, എന്താ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. ഈശോ സുന്ദരമായിട്ട് സാക്ഷ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? മാംസരക്തങ്ങളല്ല
സ്വർഗസ്നായ പിതാവാ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ, ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവങ്ങളെ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ അനിവാര്യമായ ഒന്നുണ്ട്. എന്താണെന്നറിയാവോ? മാംസരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ സാധിക്കാത്തതായ ഒരു സത്യത്തെ സ്വർഗം വെളിപ്പെടുത്തും. സ്വർഗസ്നായ പിതാവ് വെളിപ്പെടുത്തി തന്നാൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കാര്യങ്ങളെ കൃപയോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു പ്രകാശം നമ്മളിൽ ഉണ്ടാകും, ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാകും. ഇതിനെ ഉള്ളിലേക്ക് ആവാഹിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സമൃദ്ധിയോടെ ആനന്ദത്തോടെ മുൻപോട്ട് നീങ്ങും. കഷ്ടപ്പാടോ ദുരന്തമോ കടബാധ്യതകളോ രോഗപീഠയോ പ്രതിസന്ധിയോ ഒന്നും നമ്മുടെ ജീവിതത്തെ ഒരു പരിധിക്കപ്പുറം അടിമപ്പെടുത്തുകയല്ലെന്ന്. ഈ ലോകത്തിന്റെ ഒരുപാട് വശ്യതകള്, വ്യാമോഹങ്ങളോ, ആശയവിനിമയ മാർഗങ്ങളിലൂടെയോ മറ്റ് സൗകര്യങ്ങളിലൂടെയോ ഒക്കെ നമ്മുടെ അടുത്ത് വന്നാലും പ്രിയപ്പെട്ടവർ നമ്മളെ ബാധിക്കുകയല്ലെന്ന്. വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഇതിലൂടെയൊക്കെ വരാവുന്ന തിന്മകളൊന്നും നിന്റെ ജീവിതത്തെ തൊടിയല്ലെന്ന്. കാരണം എന്താ? തൊടാത്ത വിധത്തിൽ നീ കൃപയുടെ ഒരു അഭിഷേകത്തിലാ. നീ സ്വർഗത്തിൽ നിന്നൊരു ചൈതന്യം സ്വീകരിച്ച മകനാ, മകളാ. ആവശ്യമായത് ഇതാ. ഈ നാളുകളിൽ നോമ്പിൽ പ്രാർത്ഥനയിൽ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വേറൊന്നുമല്ല കർത്താവിന് ചോദിച്ചു വാങ്ങണ്ട കേട്ടോ. ഈ ഒരു കൃപയാ. കുരിശെടുത്ത് പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞവൻ കുരിശെടുത്ത നാളുകളെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന, കർത്താവേ, ഞാൻ കടന്നു പോകുന്ന കുരിശിന്റെ അനുഭവങ്ങളെ കൃപയാക്കി മാറ്റാനുള്ള അഭിഷേകം സ്വർഗത്തിൽ നിന്ന് എൻ്റെ മേൽ ചൊരിയണമെന്ന് മാത്രം ഈ വചനം ശ്രവിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ആഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ കഷ്ടതയുടെ അനുഭവങ്ങളെയോ രോഗങ്ങളെയോ സഹനങ്ങളെയോ എനിക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്താ അതിന് കാരണം? മറ്റൊന്നുമല്ല, ഒരു കൃപ ലഭിച്ചിട്ടില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിയുടെ പക്കൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തി. ആ സഹോദരി പറയാണ്, ഈ രോഗമൊന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട അച്ഛാ, ഇത് മാറൂന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇത് ഈശോ തന്ന ഒരു സഹനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊന്ന് സ്വീകരിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. 3 പെമ്മക്കള് കെട്ടിച്ചിടാനുള്ള പ്രായം തികഞ്ഞു നിൽക്കുക. മറ്റാരും കുടുംബത്തിലില്ലേ, മക്കളെ ഉള്ളൂ. എന്നിട്ട് അമ്മച്ചി പറയാണ്, അച്ഛാ ഇത് സ്വീകരിക്കാനായിട്ട് എനിക്കൊരു ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറയുമ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ദൈവകൃപ എത്രയോ മഹത്തരമാണ്, എത്ര സമ്പന്നമാണെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. നമുക്ക് നേടിയെടുക്കേണ്ടതും ചോദിച്ചു വാങ്ങേണ്ടതും ഈ കൃപയാ. ഈ ദിനങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? വേറെ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ ഇതൊന്ന് ചോദിച്ചു വാങ്ങിക്കുക കർത്താവിനോട്. ദൈവമേ, ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ദൈവിക കൃപയാൽ ഞാൻ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെയൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം എൻ്റെ ജീവിതത്തിന് തരണമെന്ന്, ഒരു പരപ്പാർന്ന വിശ്വാസം എൻ്റെ ജീവിതത്തിൽ തരണമെന്ന്, മറ്റുള്ളവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വളരണമെന്ന്. ഇതൊക്കെ പറ്റുന്ന ഈ കൃപ ലഭിച്ചാൽ എൻ്റെ കുടുംബത്തിലോ ഞാൻ വ്യാപരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലോ ഉള്ള വ്യത്യസ്തങ്ങളായ വ്യക്തിത്വമുള്ളവരെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണമെങ്കിൽ എന്ത് വേണം? ഈ കൃപ ഉന്നതത്തിൽ ലഭിക്കണം. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിശുദ്ധിയുടെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനിവാര്യമായൊരു കാര്യമുണ്ട്. എന്താ അത്? ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ദൈവിക ശക്തി, ഈ ഒരു ദൈവിക കൃപയാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നേടിയെടുക്കേണ്ടത്. ഇതിനുവേണ്ടി ഒത്തിരി ദാഹിക്കണം. മറ്റെന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരാഗ്രഹം ഈ ഒരു ദൈവിക കൃപ എൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചോ എങ്കിൽ ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ള എന്താ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, മറ്റുള്ളവയൊക്കെ കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ട് ബാക്കിയൊക്കെ കിട്ടിക്കോളും. എനിക്ക് ഈ ഒരു കൃപ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാരംഭത്തിൽ പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞു വെച്ചത് മറ്റൊന്നുകൊണ്ടും അല്ല. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ കൃപ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എന്നാ വന്നാലും അതൊരു പ്രശ്നമല്ല. പരിശുദ്ധ അമ്മയ്ക്കതാ. ചിന്തിച്ചു നോക്ക. പിന്നീട് അങ്ങോട്ട് മുഴുവൻ സഹനത്തിൻ്റെ അനുഭവമാണ്, പ്രതിസന്ധിയുടെ അനുഭവമാണ്. മുമ്പിൽ നിൽക്കുക, എങ്ങനെ പർവ്വതം കണക്ക് പ്രതിസന്ധിയാ. ഈ കുഞ്ഞിന് ജനിക്കാൻ ഇടയില്ല, കുഞ്ഞിനെ വീണ്ടും എടുത്തോണ്ടോടണം, പിന്നെ കൊച്ചിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പിന്നെ മകൻ്റെ ജീവിതത്തിൽ വഴിമാറിപ്പെടുന്നത് പോലെയുള്ള അനുഭവങ്ങളാ, പീഡാസകനം, കുരിശുമരണം. ഈ അനുഭവങ്ങളിലൊക്കെ അമ്മ നിൽക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചു? അത് മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവസന്നിധിയിൽ കണ്ടെത്തിയ കൃപയാ. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട് സ്വീകരിച്ചൊരു അഭിഷേകമാണ്. ഈ ഒരു അഭിഷേകം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ
ഒരുപോലെ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് വലിയ കൃപയും അനുഗ്രഹവും ഈ നിമിഷങ്ങളിൽ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം. ദിവ്യകാരുണ്യത്തോട് ഹൃദയത്തെ ചേർത്ത് വെച്ച്, ശക്തിയില്ലേ, അഭിഷേകമില്ലേ, ചോദിച്ചു വാങ്ങിക്കോ. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ഉന്നത ശക്തി തന്ന് നമ്മുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യമക്കളോടുകൂടെ വസിക്കാൻ അപ്പമായി തീർന്ന പരിശുദ്ധ ദിവ്യകാരുണ്യമായ കർത്താവെ, അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങളുടെ ജീവിതം മുഴുവനെയും ഇപ്പോൾ സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയുന്നവനാണല്ലോ അവിടുന്ന്. അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളോടും ബലഹീനതകളോടും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളോടും ഞങ്ങൾക്കുള്ള എല്ലാ സമ്പന്നതയോടും ചേർന്ന് അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ബലഹീനമായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ കൃപയും അനുഗ്രഹവും ശക്തിയും സമൃദ്ധിയോടെ വർഷിക്കാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, വിശ്വാസത്തിൽ ആഴപ്പെടണമെങ്കിൽ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെങ്കിൽ, വചനാധിഷ്ഠിതമായ ജീവിതം ഞങ്ങളിൽ കെട്ടിപ്പടുത്തണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരു കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവെ, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അങ്ങേ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രതിസന്ധികൾ, സഹനങ്ങൾ, രോഗപീഠകൾ, ദുരന്തങ്ങൾ, അസ്വസ്ഥതകൾ, കർത്താവെ, ഇവ ഓരോന്നും സ്നേഹത്തോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് കൃപ ലഭിക്കുമ്പോൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളും 2 കരങ്ങളും സ്വർഗത്തിലേക്ക് സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കട്ടെ. മകനെ, മകളെ, നിന്റെ ജീവിതത്തിലേക്ക് അനിവാര്യമായൊരു കൃപയാണ് ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവിക പദ്ധതികളെ തിരിച്ചറിയാൻ, ദൈവിക ജ്ഞാനം ജീവിതത്തിലേക്ക് ലഭിക്കാൻ. കർത്താവിൻ്റെ നാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിച്ച് ദൈവത്തിൻ്റെ കൃപ, അഭിഷേകം ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഇപ്പോൾ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ, സാഹചര്യങ്ങളെ കൃപയോടെ സ്വീകരിക്കാനുള്ള അഭിഷേകവും ശക്തിയും ഞങ്ങളിലേക്ക് ലഭിക്കാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത വിശ്വാസം, വിശ്വാസത്തിന്റെ ധീരത, വിശ്വാസത്തിന്റെ ദൃഢത ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആരാധന, 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 ആരാധന. ജീവിത സങ്കടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളുടെ വിശ്വാസത്തെയും ജീവിത സാഹചര്യങ്ങളെയും തളർത്തിക്കളയുമ്പോൾ കർത്താവെ, തളർന്നു പോകാതെ അങ്ങയുടെ സന്നിധ്യത്തിൽ തളർന്നു പോകാതെ അങ്ങയുടെ ശക്തിയാൽ വീണ്ടും ഉയരുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നല്ല ദൈവമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ സ്നേഹപൂർവമായ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോ, ഞങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ടാകുമ്പോൾ, മനസ്സ് മരവിച്ചു പോകുന്ന പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വന്ന് മനസ്സിലൊരു തളർച്ചയുണ്ടാകുമ്പോൾ, എന്തിനാ ജീവിക്കുന്നത്, മുമ്പോട്ട് എന്തിനാ പോകുന്നത്, എന്തിനാ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉയരുമ്പോൾ തളർന്നു പോകാതെ മുമ്പോട്ട് പോകണമെങ്കിൽ കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയുക, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അഭിഷേകം വേണം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തരുന്ന ഒരു പ്രത്യേക ചൈതന്യം ഞങ്ങളിൽ നിറയണം. ഈശോ, ഒത്തിരി കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യ ആശീർവാദം ലഭിക്കുന്ന ഒരു സമയമാണ്. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന യേശുക്രിസ്തു നിന്റെ ജീവിതത്തിന് മേലെ കരങ്ങൾ ഉയർത്തി ഈ ഒരു പ്രത്യേക കൃപ ജീവിതത്തിലേക്ക് സമൃദ്ധിയോടെ നൽകുന്നൊരു സമയമാണ്. എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുകയാണ്. കരമുയരട്ടെ, ഹൃദയം ഉയരട്ടെ, ആത്മാവ് ദൈവത്തിലേക്ക് ഉയരട്ടെ. ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. വലിയ ദൈവിക ശക്തി ഇപ്പോൾ നമ്മളിലേക്ക് നിറയുന്ന സമയമാണ്. ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ,
ജീവിതത്തിലെ പ്രതിസന്ധികള്, അസ്വസ്ഥകള്, രോഗപീഠകള് ജീവിതത്തെ തളർത്തിക്കളയുമ്പോൾ അതിനെ അതിലംഘിക്കുന്ന വിശ്വാസം, ധീരത, ശക്തി, അഭിഷേകം ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ നിറയട്ടെ. പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത വിശ്വാസത്തിന്റെ ദൃഢതയും ധീരതയും ഓരോ മനസ്സുകളിലേക്കും ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ ശക്തിയായി പ്രവഹിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നു.